ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ പ്രധാനമായിട്ട് അമേരിക്കയിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ ഇത് തുടരെ തുടരെ നടക്കുന്നതായിട്ടും അമേരിക്കൻ ഗവൺമെൻറ് തന്നെ അവർക്ക് വേണ്ടി ഒരു ടീമിനെ സെറ്റ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിരന്തരം മാനിപ്പുലേഷൻ നടത്തുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ കൂടുതലായിട്ട് വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഒരു എപ്സ്റ്റീൻ ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസുണ്ട്. ഈ എപ്സ്റ്റീൻ കേസ് ഫയലുമായിട്ട് ബന്ധപ്പെട്ട് 1,80,000 പിക്ചേഴ്സും 2,000 വീഡിയോസുമുണ്ട്. ഇത് കുറേ കാലം കൊണ്ട് അമേരിക്കയുടെ ഉള്ളിൽ വല്ലാത്ത രീതിയിലുള്ള ചോദ്യം ഉയർത്തുന്നുണ്ട്. ആരൊക്കെയാണ് ഇതിനകത്തുള്ളത്, എന്തൊക്കെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ, അപ്പോൾ ഈ ഫയൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പൂഴ്ത്തി വെച്ചിരിക്കുന്നത്, ഇത് പറഞ്ഞ കാലയളവും കഴിഞ്ഞ് ഇതുവരെ ആ ഫയലിൻ്റെ പൂർണ്ണ രൂപം പുറത്തു വിട്ടിട്ടില്ല. അപ്പോഴപ്പോഴായിട്ട് ചെറുതായിട്ട് 1-2 പിക്ചേഴ്സും 1-2 വീഡിയോസ് എല്ലാം പുറത്തിറക്കി വിടുന്നു എന്നുള്ളതിലുപരിയായിട്ട് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രേഖകൾ പുറത്തു വിടുന്നില്ല. അപ്പം അതിൽ നിന്നും വഴിതിരിച്ച് വിടാനാണ്, ശരിക്കും ഈ കേസിനെ കുറിച്ച് ആൾക്കാർ സംസാരിക്കാതിരിക്കാനാണ് അമേരിക്കയുടെ ഉള്ളിൽ നിരന്തരം പല രീതിയിൽ ഗവൺമെൻറ് മാറി മാറിയുള്ള പ്രഖ്യാപനങ്ങളും അതിനെ തുടർന്നുള്ള നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഒരു സൈഡിൽ നിന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എപ്സ്റ്റീൻ കേസ് ഫയൽ എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. പക്ഷേ ഇപ്പം ട്രംപിൻ്റെ ഭരണകൂടം പറയുന്നത് ഡെമോക്രറ്റുകൾ അവർ വെറുതെ ഇതുപോലത്തെ സ്റ്റോറികളൊക്കെ അടിച്ചിറക്കുന്നതാണ്. അതായത് ഈ കേസ് ഫയൽ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഗവൺമെൻറ് നടത്തുന്നതായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു എന്നാണ് റിപ്പബ്ലിക്കൻസ് പറയുന്നത്. പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കണം, എപ്സ്റ്റീൻ കേസ് ഫയൽ എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്, അതൊരു ഫാക്റ്റാണ്, അവിടെ ഡോക്യുമെൻ്റ് ഉണ്ട്, അത് പൂർണ്ണമായിട്ട് വെളിയിൽ വിട്ടിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ റൂളിംഗ് പാർട്ടി ആയിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വോയിസ് ഇല്ല. അവർ തീർച്ചയായിട്ടും ഈ ഫയൽ പുറത്തുവിടണമായിരുന്നു. ഇനിയിപ്പോൾ ഡെമോക്രറ്റുകൾ പറയുന്നു അവർ കെട്ടിച്ചമച്ച് കഥയുണ്ടാക്കും എന്ന് പറഞ്ഞാൽ അവർ ഓപ്പോസിറ്റ് പാർട്ടിയാണ്, തീർച്ചയായിട്ടും അവർ കെട്ടിച്ചമച്ച് കഥകൾ ഉണ്ടാക്കും. അവരതിന് വേണ്ടിയിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കയറി പിടിച്ച് തൂങ്ങി വരാനാണല്ലോ അവരുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് പാർട്ടിയാണ് ഇങ്ങനെ കെട്ടിച്ചമയ്ക്കുന്നതൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ ഫയൽ പുറത്തുവിടേണ്ടതാണ്. അതിന് പകരം സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുക, വിവിധ രാജ്യങ്ങൾക്ക് മേളിൽ താരിഫ് ഉന്നയിക്കുക, ഇതിലൊന്നും യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് നേരിട്ടിരിക്കുകയാണ്. ഒരു ഗ്രാമിന് 790 രൂപ വീണ്ടും ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ ഒരു പവൻ സ്വർണം 1,24,000 ആയിരുന്നു, അത് ഇന്ന് 1,17,000 കുറഞ്ഞിട്ടുണ്ട്. 6,320 രൂപ ഒരു പവൻ സ്വർണത്തിന് മേളിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് സ്വർണ്ണത്തിൽ ചാടിക്കേറി ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട, കാരണം മാർക്കറ്റ് അൺസർട്ടനിറ്റി തുടരുകയാണ്. അമേരിക്ക ഇതിൻ്റെ പുറകിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ഡോളറിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള നീക്കങ്ങളും നടത്തും. അമേരിക്ക ഇപ്പം അമേരിക്കയുടെ ഉള്ളിൽ ഫെഡറൽ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. ഇത്രയും നാളും അത് കുറയ്ക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം ഈ ഫെഡറൽ റിസർവ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന സുപ്പീരിയർ ഓഫീസർ അവരെ മാറ്റിയിട്ട് പുതിയതായിട്ടൊരു ഓഫീസറെ ഇപ്പോൾ നിയമിക്കുകയാണ്. പുതിയ ഓഫീസറിൻ്റെ പേര് കെവിൻ വാർസൺ എന്നാണ്. കെവിൻ വാർസൺ 1980 ഈ ഫെഡറൽ റിസർവിൽ പണിയെടുത്തിരുന്ന ആൾ തന്നെയാണ്. അന്നത്തെ അയാളുടെ പെർഫോമൻസ് അത്ര പോരാ എന്നുള്ളതാണ് പൊതുവിലുള്ള റിപ്പോർട്ടും വിലയിരുത്തലും. പക്ഷേ ഇപ്പം റിപ്പബ്ലിക്കൻസ് ബിലീവ് ചെയ്യുന്നത് പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ ഈ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡോളറിൻ്റെ മൂല്യത്തിന് പിടിച്ചു നിർത്താൻ വളരെയധികം ഹെൽപ്ഫുൾ ആവും പുള്ളിക്കാരൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഇപ്പോൾ പൊതുവിലുള്ള വിലയിരുത്തൽ. അങ്ങനെയാണ് ഇപ്പോൾ കെവിനെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, കെവിൻ വന്നു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നതെല്ലാം പുള്ളിക്കാരൻ ചെയ്യും. അതിനാണ് ഇപ്പോൾ കെവിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവർ വെറുതെ ജസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ അതാവും ഇതാവും എന്നൊക്കെ പറയുന്നത്. പക്ഷേ എനിവേ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഫെഡറൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് 3.5 താഴെ ഡോളറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അമേരിക്കയിൽ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ലോൺ ഡിസ്ബസ് ചെയ്യാനും ആ രാജ്യത്തെ GDP സർക്കുലേഷൻ, ലോൺ കൊടുത്ത് ഇന്റർണൽ GDP സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും അതിലൂടെ ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കാനുള്ള ഒരു മോഡലാണ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് രണ്ട് വിഷയങ്ങൾ ഇതിനകത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റുകൾ വന്നാലും ഈ കടബാധ്യത, അതായത് അമേരിക്കയുടെ കടബാധ്യത ഉണ്ടല്ലോ, ഈ ബോണ്ട് വിറ്റിരിക്കുന്നത് യുഎസിന്റെ ട്രഷറി ബോണ്ട്, ഈ ട്രഷറി ബോണ്ടിന്റെ മേളിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിലും ഈ കുറവ് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ബോണ്ട് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാർ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിന് മുന്നേ കൂട്ടി ഇതിനെ വിൽക്കാൻ തീരുമാനിക്കും. അങ്ങനെ ബോണ്ട് വിൽക്കാൻ തുടങ്ങി കഴിഞ്ഞാലും അത് അമേരിക്കയുടെ ഉള്ളിൽ തന്നെ വീണ്ടും ഒരു സാമ്പത്തിക അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്കൻ ട്രഷറി ബോണ്ടിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഡയഗ്രാം വെച്ചിട്ടുണ്ട്. ഈ ഡയഗ്രത്തിൽ വൈറ്റ് കളറിൽ എവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടോ അതെല്ലാം തന്നെ ബോണ്ട് വിൽക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളും വിറ്റുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളും അതിൻ്റെ എൻട്രി മൈനസിലെത്തിയ രാജ്യങ്ങളുമാണ്. അതിൽ ഇന്ത്യ, ചൈന, അയർലാൻഡ്, ഹോങ്കോങ്, ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഈ പട്ടികയിൽ വരും. ഇന്ത്യ ആണെങ്കിൽ നിലവിൽ $187 ബില്യൺ കൊണ്ട് -20 ഇന്ത്യ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അയർലാൻഡ് 340 ബില്യൺ, അവർ -1 പോയിരിക്കുകയാണ്. ചൈന 683 ബില്യൻ്റെ ബോണ്ടാണ് നിലനിർത്തുന്നത്. അവർ -11 എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ചൈനയുള്ളത്.
ബ്രസീലും 168 ബില്യനാണ് ഹോൾഡ് ചെയ്യുന്നത്. -27% എന്നുള്ള നിലയിലാണ് അവരും തുടരുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തന്നെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഡോളർ ഡീലിംഗ്സിലോട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ജപ്പാൻ 1.2 ട്രില്യൺ ആണ് ജപ്പാൻ ഹോൾഡ് ചെയ്യുന്നത്. 1.2 ട്രില്യൺ. അവരാണ് +11% US ട്രഷറി ഹോൾഡ് ചെയ്യുന്നത്. UK $889 ബില്യൺ അവർ ട്രഷറിയിൽ ബോണ്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. സ്വിറ്റ്സർലാൻഡ് വരെ 300 ബില്യനേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ബോണ്ടുകളൊക്കെ ഒറ്റയടിക്ക് വിറ്റ് കളയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക അതിന് സമ്മതിക്കത്തില്ല. ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് വിറ്റ് കളയാൻ സാധിക്കില്ല. പക്ഷേ ഡോളറിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവർ പല തന്ത്രങ്ങളും ഇറക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് മുതൽ അമേരിക്ക പാർഷ്യലി ഷട്ട് ഡൗൺ ആണ്, അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവർ പാർഷ്യലി ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പ്രവർത്തിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി തിങ്കളാഴ്ച അടുത്ത വർക്കിംഗ് ഡേയിലേ അറിയാൻ പറ്റുള്ളൂ ഈ പാർഷ്യൽ ഷട്ട് ഡൗൺ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളത്. ഇപ്പോൾ എമർജൻസി ആയിട്ട് പാർഷ്യൽ ഷട്ട് ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ അമേരിക്ക ഇങ്ങനെ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഓൾറെഡി തന്നെ ഈ മാസത്തിന്റെ ബില്ലെല്ലാം പാസ്സാക്കി സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാലറിയൊക്കെ ഈ മാസത്തെ സാലറിയൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പാർഷ്യൽ ഷട്ട് ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഫെബ്രുവരിയിലെ ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവൺമെന്റ് എംപ്ലോയികൾക്കിടയിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അവർ ഇച്ചിരി ആശങ്കയിലാണ്. അമേരിക്കയിലെ സംഗതിയാണ്. ഈ സ്വിഗ്ഗി എന്ന് പറഞ്ഞൊരു കമ്പനി, ഇന്ത്യക്കുള്ളിൽ ഡെലിവറി സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് സ്വിഗ്ഗി. ഈ സ്വിഗ്ഗി കഴിഞ്ഞ 3 വർഷമായിട്ട് നഷ്ടക്കണക്ക് കാണിച്ചുകൊണ്ടാണ് ഇന്ത്യക്കുള്ളിൽ പ്രവർത്തനം തുടരുന്നത്. അപ്പോൾ ഈ നഷ്ടക്കണക്കുകൾ കൂടുതൽ കാണിക്കുമ്പോൾ എന്താണ് സംഭവിച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് കുറയും. പക്ഷേ വേറൊരു സംഭവമുണ്ട്. ഈ ഫോറിൻ കമ്പനികളെല്ലാം തന്നെ അവർ തുടർച്ചയായിട്ട് ഇങ്ങനെ നഷ്ടക്കണക്ക് കാണിക്കുന്നത് ഇന്ത്യക്കുള്ളിൽ ഉണ്ടാകുന്ന ടാക്സും അതൊക്കെ പേ ചെയ്യാനുള്ള ഒരു മടി കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ടാക്സ് വെട്ടിപ്പ് നടത്തുന്ന കുറേ കമ്പനികൾ ഇന്ത്യക്കുള്ളിലുണ്ട്. ആമസോൺ വരെ പലപ്പോഴായിട്ട് നഷ്ടക്കണക്ക് കാണിച്ചിട്ടുണ്ട്. ചൈന മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് ഒരു സ്പൈ ഷിപ്പ് കൊണ്ടിട്ടിട്ട് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള എയർ ബേസുകളിൽ എവിടെയൊക്കെ എയർ ഡിഫൻസ് സിസ്റ്റം, എവിടെയൊക്കെ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ എന്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഇമേജ് ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഈ പബ്ലിഷ് ചെയ്യുന്നതിൽ അവർ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എയർ ഡിഫൻസ് സിസ്റ്റമാണ്, ഇത് ഫൈറ്റർ ജെറ്റാണ്, ഇന്ന സംഗതികളാണെന്നുള്ളത് കൃത്യമായിട്ട് ഒരു ബേസിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരു സൂചനയാണ്. അതായത് ഇറാന്റെ മേളിൽ അനാവശ്യമായിട്ടുള്ള ഭീഷണി വേണ്ട, ഈ പടക്കോപ്പുകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുക. കാരണം ഇറാൻ അറിയാം എവിടെയാണ് സംഗതികൾ എന്നുള്ളത്, കൃത്യമായിട്ട് ഒരു മിസൈൽ സെറ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണിത്. ഇത് അമേരിക്കയ്ക്ക് ഇതിനെ എതിർത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. കാരണം അമേരിക്കയും ചൈന എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ പിക്ചർ എടുത്തിട്ട് ഇത് പബ്ലിഷ് ചെയ്യാറുണ്ട്. അമേരിക്ക എങ്ങനെയാണോ ചൈന എടുത്ത് അപ്രോച്ച് ചെയ്തിരുന്നത് അതേപോലെയാണ് ചൈന തിരിച്ച് അപ്രോച്ച് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചൈനയുടെ ഒരു എക്സലന്റ് ബിഹേവിയർ ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. ഇതൊക്കെ സൈക്കോളജിക്കൽ വാർഫെയർ സ്ട്രാറ്റജിയിൽ വരുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. ട്രംപ് ആണെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും സെയിം ഡയലോഗ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ട്രൂപ്പിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, ഏത് നിമിഷം വേണമെങ്കിലും ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും, അപ്പം ലെറ്റ്സ് മേക്ക് എ ഡീൽ. ഇതാണ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇന്ന് പത്രസമ്മേളനം നടത്തിയ സമയത്ത് ABC ചാനലിന്റെ ഒരു റിപ്പോർട്ടർ അവിടെ വന്നിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ട്രംപ് അവരെ കൗണ്ടർ ചെയ്യാണെന്ന് പറഞ്ഞാൽ ഒരു 10 ബില്യന്റെ ടാക്സ് വെട്ടിച്ചതായിട്ട് ട്രംപിന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ജൂനിയർ ട്രംപിന്റെ പേരിൽ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് ABC ന്യൂസ് ആണ് അമേരിക്കയിൽ. അപ്പോൾ ഇവര് ഇങ്ങനെ പ്രസിദ്ധീകരിച്ചതിന് ട്രംപിന് നല്ല കലിപ്പുണ്ട്. അപ്പോൾ ട്രംപ് ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ 10 ബില്യൺ ഇങ്ങനെ ടാക്സ് വെട്ടിച്ചു എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ട് ഇവർ വാർത്ത കൊടുക്കുകയും അതിനെതിരെ ജൂനിയർ ട്രംപ് ഇപ്പം കോടതി അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. അതായത് ഫെഡറൽ ടാക്സ് ഹൗസിനെതിരെയാണ് ഇപ്പം ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ പബ്ലിക് ഡൊമൈനിലേക്ക് പരസ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് എന്തിന് എന്നുള്ള ചോദ്യം, അത് അവരുടെ പ്രൈവസിയെ ഹനിക്കുന്നതിന് ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കോടതി അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലോസ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുകയാണ്, നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ കേസ് കോടതിയിൽ വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്താണ് സംഗതി എന്നുള്ളത്. തൽക്കാലം ഈ ടാക്സ് വെട്ടിച്ചു എന്ന ആരോപണത്തിന് ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ആ വിഷയം കോടതിയിലുള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പം കൂടുതലായിട്ട് ചർച്ചയ്ക്ക് എടുക്കില്ല. ഇനി കോടതിയുടെ വിധി വരുമ്പോഴായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സൗദി അറേബ്യയ്ക്കും ഇസ്രായേലിനും ഇമ്മീഡിയറ്റ് ആയിട്ട് മിലിറ്ററി എയ്ഡ് പാസ്സാക്കിയിരിക്കുകയാണ്. മിലിറ്ററി എയ്ഡ് പാസ്സാക്കുക എന്ന് പറഞ്ഞാൽ ആ ഫണ്ട് അമേരിക്കയുടെ ഉള്ളിൽ തന്നെയാണ് റോൾ ചെയ്യുന്നത്. ആയുധം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് ഗവൺമെന്റ് പൈസ കൊടുത്ത് ആയുധങ്ങൾ ഈ സൗദി അറേബ്യയിലും ഇസ്രായേലിലും എത്തിക്കും. പിന്നീട് ഇസ്രായേലും സൗദി അറേബ്യയും ഈ പൈസ പേ ചെയ്യും. അത്രയേ ഉള്ളൂ. ഇതാണ് സംഗതി. ഇതിനെയാണ് എയ്ഡ് എന്നൊക്കെ പറയുന്നത്. ഇത് ശരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞാൽ 730 പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം സൗദി അറേബ്യയ്ക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഉടനെ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ പാസ്സാക്കിയിട്ടുണ്ട്, ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. സൗദി അറേബ്യയ്ക്ക് 730 പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം അമേരിക്ക കൊടുക്കുകയാണ്. അതുപോലെ ഇസ്രായേലിന് വേണ്ട അമ്യൂണിഷൻസുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലൊരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം വെച്ചാൽ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ ഇതുവരെ അവരുടെ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല. ട്രംപ് പീസ് ഡീൽ 1, പീസ് ഡീൽ 2, വീണ്ടും ബോർഡ് ഓഫ് പീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള സമാധാന കരാറുകൾ മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ ട്രംപിനെ നിരുപാധികം പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ.
അതാണ് മെയിനായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. നെതന്യാഹുവിൻ്റെ അടുത്ത് ഈ കളിയൊന്നും നടക്കത്തില്ല. നെതന്യാഹു താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇന്നലെ ലെബനാന്റെ ഉള്ളിൽ മാസീവായിട്ടുള്ള ആക്രമണം, മാസീവായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആയുധ ഗോഡൌൺ കണ്ടെത്തി, ആ ആയുധ ഗോഡൌൺ മാസങ്ങളോളം നിരീക്ഷണം നടത്തി ഇവിടെ കൃത്യമായിട്ട് ആയുധശേഖരം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ട് ആ ആയുധശേഖരത്തിനെ ടാർഗറ്റ് ചെയ്ത് കൃത്യമായിട്ട് ആക്രമണം നടത്തി വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് അവിടെ സംഭവിച്ചത്. ഹെസ്ബുള്ളയ്ക്ക് വൻ നഷ്ടം, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അത്രമാത്രം വെപ്പൺ സ്റ്റോറേജ് ഇപ്പോൾ ഹെസ്ബുള്ളയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. തുർക്കിയാണെങ്കിൽ ഇറാനും അമേരിക്കയ്ക്കും ഇടയിലുള്ള മീഡിയേഷന് പോയ തുർക്കി ഇസ്രായേലിനെതിരെയാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. തുർക്കി പറയുന്നത് ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് ഇസ്രായേലാണ് അമേരിക്ക പുഷ് ചെയ്ത് ഇറാന്റെ മേളിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രേരണ നൽകുന്നത് എന്നുള്ള ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇപ്പം ഇതിനകത്ത് ഇപ്പം എന്താണ് തുർക്കിക്ക് ഇപ്പോൾ പുതുതായിട്ട് പറയാനുള്ളത്? ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് തുർക്കി ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ അമേരിക്ക പറയുന്നത് ഇറാൻ എന്ത് തന്നെ ആയാലും ഈ പബ്ലിക്കിനെ വെടിവെക്കാൻ പാടില്ല, പബ്ലിക്കിന് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്, അത് ഏതൊരു രാജ്യത്തിലുമുണ്ട്, എല്ലാ രാജ്യത്തിലുമുണ്ട്. പൊതുജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ പാടില്ല, ആ ഒരു പോയിന്റ് അമേരിക്ക ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് വളരെ ശരിയാണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിക്കോളൂ. ഇപ്പം നമ്മൾ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ പോയി കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് നേരെ ഗവൺമെന്റ് വെടിയുതിർത്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ഈ ഒരു ഫാക്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇറാന്റെ ഗവൺമെന്റ് IRGC ഭരണകൂടം പൊതുജനങ്ങൾക്ക് നേരെ വെടിവെച്ചത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് പൊതുവിലുള്ള നിലപാട്. ഇന്ത്യ ഇറാനെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഈ ഒരു മാനവികത എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുക എന്ന് പറയുന്നത് നല്ല ഭരണകൂടത്തിന്റെ ഒരു രീതിയല്ല. ജനങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഭരണം ഒഴിഞ്ഞു കൊടുക്കണം, അതാണ് വേണ്ടത്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ തിരിച്ചറിവോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. കാരണം വേറെ ഒന്നുമില്ല, പറഞ്ഞിരിക്കുന്നത് നമ്മൾ പല രാജ്യങ്ങളിടത്തും പോയിട്ട് എപ്പോഴും ലോൺ വേണം, സഹായം വേണം, എയ്ഡ് വേണം എന്നൊക്കെ ചോദിച്ച് എനിക്ക് തന്നെ നാണക്കേടാവുന്നു, ഐ എം ഷെയിംഫുൾ അബൌട്ട് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അയാൾക്ക് തന്നെ ഭയങ്കര ഷെയിംഫുൾ ആയിരിക്കുകയാണ്. പാകിസ്ഥാൻ ആ രീതിയിലുള്ള ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത്. പൈസയില്ല ഒന്നാമത്. എവിടെ പോയാലും ഈ പണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആൾക്കാർ നമ്മളെ നോക്കിക്കാണുന്നത്. അതായത് പൈസ ചോദിക്കാൻ വന്നിട്ടുണ്ട് എന്നുള്ള മട്ടിലാണ് ഇപ്പം ആൾക്കാർ നമ്മളെ നോക്കിക്കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗ്ലോബലി തന്നെ ഒരു റെസ്പെക്ട് ഇല്ലാത്ത ഒരു ഫീൽ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പുള്ളിക്കാരൻ ഭയങ്കര വിഷമത്തോടു കൂടി പറയുന്നത്. ദയനീയ അവസ്ഥയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, ഹെൽപ്ലെസ്. ബുർക്കിനോ ഫാസോ, ആഫ്രിക്കയിലുള്ള രാജ്യമാണ് ബുർക്കിനോ ഫാസോ. അവിടെ പൊളിറ്റിക്കൽ അട്ടിമറിയൊക്കെ കഴിഞ്ഞ് അവിടെ മിലിറ്ററി റൂളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മിലിറ്ററിയിലുള്ള ആർമി ജനറലായിട്ടുള്ള ഇബ്രാഹിം ട്രാവോറെയാണ് അവിടുത്തെ നേതാവ്, നിലവിലത്തെ പ്രസിഡന്റ്. അപ്പം പുള്ളിക്കാരൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയും പൊളിറ്റിക്കൽ ഗവൺമെന്റിനെ എല്ലാം തന്നെ ഡിസോൾവ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. അതിനെ തുടർന്നൊരു കാര്യം ചെയ്തിരിക്കുന്നത് പൊളിറ്റീഷ്യൻസിന്റെ സ്വത്ത് വകകൾ, അവർ വരവിൽ കവിഞ്ഞുള്ള സ്വത്ത് എത്രയൊക്കെ ഉണ്ടോ അതെല്ലാം തന്നെ കണക്ക് കൂട്ടി ഗവൺമെന്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്, ഇപ്പം രാജ്യത്തോട് ചേർത്തിരിക്കുകയാണ്. ഇത് വളരെ വലിയൊരു സംഗതിയാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ പല പൊളിറ്റീഷ്യൻസിനും അതൃപ്തിയുണ്ട്. ഇവരെല്ലാം തന്നെ ഈ പഴയ പൊളിറ്റീഷ്യൻസ് എല്ലാം തന്നെ ഫ്രാൻസുമായിട്ട് നല്ല രീതിയിൽ സഖ്യം വെച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ബുർക്കിനോ ഫാസോയിൽ ഈ ഇബ്രാഹിം ട്രാവോറെ വന്നതിന് ശേഷമാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭരണകൂടം ഉണ്ടായി എന്നുള്ളൊരു തിരിച്ചറിവ് ജനങ്ങൾക്ക് തന്നെ വന്ന ഒരു സാഹചര്യം. അപ്പോൾ ആ അവസ്ഥയിലാണ് ഈ തീരുമാനം. വളരെ അപ്രീഷിയേറ്റബിൾ ആണ് ഈ ഒരു തീരുമാനം എന്നാണ് ബുർക്കിനോ ഫാസോയിലെ ജനങ്ങൾ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ പാകിസ്ഥാൻ ആർമി ഒരു ഓപ്പറേഷൻ, സീക്രട്ട് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്, 41 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഭീകരരാണെന്നാണ് പറയുന്നത്. TTP-യുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്, ഞങ്ങൾ ഇവരെ കണ്ടെത്തി, ഇവരെ രാജ്യവിരുദ്ധ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ക്ലെയിം ഉന്നയിച്ചിരിക്കുന്നത്. 41 പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്, തീവ്രവാദികളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ തീർച്ചയായിട്ടും 41 പേരെ ഇവർ വധിച്ചു കഴിഞ്ഞാൽ ഇനി TTP തുരിതരായി ഇറങ്ങും. വീണ്ടും പാകിസ്ഥാന്റെ ഉള്ളിൽ അടുത്ത കൊലപാതകങ്ങൾ ഇനി തുടർച്ചയായിട്ട് നടക്കാനിരിക്കുന്നേ ഉള്ളൂ. വെറുതെ ഇരുന്ന TTP-യെ ഇപ്പോൾ ഇതപ്പം കോലിട്ട് ഇളക്കി വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടി തുടങ്ങും. ഇതാണ് നിലവിലെ പാകിസ്ഥാന്റെ അവസ്ഥ. അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.